ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ സെക്കൻഡിലെ MDC കോഴ്സായിട്ടുള്ള കോമിക് ആൻഡ് ഗ്രാഫിക് ഫിക്ഷൻ്റെ മൊഡ്യൂൾ 1 ഒരു ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഹൗ ടു റീഡ് കോമിക്സ് എന്നാണ് ആ മൊഡ്യൂൾ 1 ടൈറ്റിൽ വരുന്നത്. അതിൽ എവല്യൂഷൻ ഓഫ് കോമിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 2 ചാപ്റ്റേഴ്സാണ് മൊഡ്യൂൾ 1 പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്കോട്ട് മെക്ലോഡിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ചാപ്റ്റർ 1 സെറ്റിംഗ് ദ റെക്കോർഡ് സ്ട്രെയിറ്റ്. സോ ആ കോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററും ഇൻട്രൊഡക്ഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആസ് ഐ ഹാവ് മെൻഷൻഡ് അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് ബൈ സ്കോട്ട് മെക്ലോഡ്. ഇതൊരു കോമിക് വർക്കാണ്, പക്ഷെ നോൺ ഫിക്ഷണൽ കോമിക് വർക്കാണ്. കോമിക് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് കോമിക് വായിക്കേണ്ടത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുന്നതാണ് ഈ വർക്കിൻ്റെ ഉദ്ദേശം. സോ ശ്രദ്ധിച്ചറിയാം, അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് ദ ഇൻവിസിബിൾ ആർട്ട്. ഓക്കെ, ഇൻവിസിബിൾ ആർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ പോകുന്നത്. സോ ബുക്കിലോട്ട് പോകും മുന്നേ ആരാണ് സ്കോട്ട് മെക്ലോഡ് എന്ന് നോക്കാം. സ്കോട്ട് മെക്ലോഡ് ഈസ് ആൻ അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് കോമിക് തിയറിസ്റ്റ്. സോ അമേരിക്കനാണ്, കാർട്ടൂണിസ്റ്റാണ്, കാർട്ടൂൺസ് വരയ്ക്കുന്ന ആളുമാണ്. മാത്രമല്ല കോമിക്സിനെ പറ്റിയിട്ടും കാർട്ടൂൺസിനെ പറ്റിയിട്ടുമെല്ലാം തിയറീസ് പറയുന്ന ഒരാളും കൂടെയാണ് സ്കോട്ട് മെക്ലോഡ്. His non-fiction books about comics, understanding comics, reinventing comics and making comics are made in comic form. So why is he so much famous എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഈ പറയുന്ന കോമിക് ആർട്ടിസ്റ്റിനേക്കാളും തിയറിസ്റ്റിനേക്കാളും എന്തുകൊണ്ട് പുള്ളിക്കാരൻ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ കോമിക് വർക്ക്സ് പോലും നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള കോമിക് വർക്ക്സ് അല്ലെങ്കിൽ കോമിക്സിൻ്റെ തിയറീസ് എഴുതിയിട്ടുള്ളത് പോലും കോമിക് ഫോമിലാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ 3 വർക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്: അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ്, റീഇൻവെൻറ്റിംഗ് കോമിക്സ് ആൻഡ് മേക്കിംഗ് കോമിക്സ്. സോ അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. മേക്കിംഗ് കോമിക്സും നമുക്ക് പഠിക്കാൻ പ്രിസ്ക്രൈബ്ഡ് ആണ്. സോ ഇതാണ് ഇതിൻ്റെ കവർ പേജ്. സോ വാട്ട് ഈസ് ഹി ഡൂയിങ് ഇൻസൈഡ് ദിസ് ബുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ് ട്രൈയിങ് ടു ഡു ആൻ എൻഗേജിങ് എക്സ്പ്ലറേഷൻ ഓഫ് കോമിക്സ് ആസ് ആൻ ആർട്ട് ഫോം. സോ കോമിക് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോം ആണോ, ഈ കാർട്ടൂൺ ആണോ വായിക്കുന്നത് അല്ലെങ്കിൽ അനിമയാണോ കാണുന്നതെന്ന് പറയുന്ന ഒരു കളിയാക്കുന്ന ലെവലിൽ നിന്നും എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ്, എന്താണ് അതൊരു ആർട്ട് ഫോം ആണ്, അല്ലാണ്ട് തമാശ പറയുന്ന ഒരു കളിയാക്കപ്പെടേണ്ട ഒരു ആർട്ട് ഫോം അല്ല, അത് ശരിക്കും ഒരു ഹൈ ലെവൽ ആർട്ട് ഫോം ആണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് നോൺ ഫിക്ഷൻ ഗ്രാഫിക് നോവൽ that delves into the nature, history and artistic principles of comics. So even though നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും ചാപ്റ്റർ 1 മാത്രമേ ഉള്ളൂ എങ്കിലും എന്താണ് ആ ബുക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ നമുക്കറിയണം. ഇറ്റ്സ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് നോൺ ഫിക്ഷണൽ ഗ്രാഫിക് നോവൽ. സോ ഗ്രാഫിക് നോവലാണിത്, അതും നോൺ ഫിക്ഷണലുമാണ്. ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഐറണിക്കായിട്ട് വരുന്നത് ഫിക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോമിക്കിൽ വരച്ച് കാണിക്കുക. ഓക്കെ, സൂപ്പർ ഹീറോസ് ആവട്ടെ, ഫാൻറ്റസി കഥകളാവട്ടെ, ആ ഒരു രീതിയിൽ കഥ പറയാനാണ് ഏറ്റവും കൂടുതലും കോമിക്സ് യൂസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളിടത്ത് നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെയാണ് നോൺ ഫിക്ഷൻ എന്ന് പറയുക. സോ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ യൂസ് ചെയ്തിരിക്കുന്നത് കോമിക് രീതിയിലാണ് പുള്ളിക്കാരൻ കഥ പറയുന്നത്. Through a mix of sequential art and engaging narration, McLeod breaks down complex ideas, making them accessible to both casual readers and industry professionals. So ഒരാൾക്ക് കോമിക്ക് വരയ്ക്കണം അല്ലെങ്കിൽ കോമിക്കിൻ്റെ എന്തെങ്കിലും ഒരു രീതിയിൽ അയാൾക്ക് പ്രൊഫഷണലി ഒരു ഇല്ലുസ്ട്രേറ്റർ ആവാം, ഡയലോഗ് റൈറ്റർ ആവാം, പാനൽ ആർട്ടിസ്റ്റ് ആവാം, ആരെങ്കിലും ഒരാളാവണം നമുക്ക്. പക്ഷെ നമുക്ക് എവിടെ നിന്നാൽ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു ബുക്കാണിത്. മാത്രമല്ല ജസ്റ്റ് ഒരു കാഷ്വൽ ഫൺ റീഡായിട്ടും നമുക്ക് ഈ ബുക്കിനെ കാണാൻ പറ്റും. ഇതെങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ആർട്ട് ആൻഡ് എൻഗേജിങ് നരേഷൻ. ഓക്കെ, സീക്വൻഷ്യൽ ആർട്ട് എന്ന് പറയുന്നത് അത് ഞാൻ ബുക്കിൻ്റെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് സീക്വൻഷ്യൽ ആർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നതിൽ തന്നെ 4 പാനൽസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരു സിംഗിൾ മൊമെൻ്റ് ഓഫ് ടൈമിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കഥ തുടങ്ങുമ്പോഴത്തേക്കും ഇതേ കണ്ടോ, കുറേ ഇമേജസ് ഒക്കെ വെച്ചിട്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഈ കോമിക് ബുക്കിനകത്ത് വരുന്നത്. സോ ഇനി നമുക്ക് ഈ വർക്കിൻ്റെ ജോൺറേനെയും സ്റ്റൈലിനെയും പറ്റിയിട്ട് പറയാം. നോൺ ഫിക്ഷണലാണ്, 2-3 തവണ അത് പറഞ്ഞു. എഡ്യൂക്കേഷണലാണ്. ഓക്കെ, നമുക്ക് വായിക്കുന്ന ആൾക്ക് പഠിക്കാൻ പറ്റുന്ന അക്കാഡമിക് വർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. ദെൻ തിയറിറ്റിക്കലാണ്, തിയറീസാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ദെൻ സ്റ്റൈൽ, എന്ത് സ്റ്റൈലിലാണിത്
വരച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ബുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിനിമലിസ്റ്റിക് ആർട്ട് വിത്ത് എക്സ്പ്രസീവ് ക്യാരക്ടർ ഡിസൈൻസ്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഇതിൻ്റെ കളർ പത്രിക ഉണ്ടാവത്തില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ബുക്കുള്ളത്. ദെൻ ഓർക്കേണ്ട ഒരു കാര്യം, നറേഷൻ ഫസ്റ്റ് പേഴ്സൺ വിത്ത് മക്ലൗഡ് ഹിംസെൽഫ് ആസ് ദ ഗൈഡ് മേക്കിംഗ് ദ ബുക്ക് ഫീൽ ലൈക്ക് എ പേഴ്സണൽ ആൻഡ് എൻഗേജിങ് ലെക്ചർ. സോ ഇതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഹായ് ഐ ആം സ്കോട്ട് മക്ലൗഡ്, വെൻ ഐ വാസ് എ ലിറ്റിൽ കിഡ് ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് കോമിക്സ് വെയർ. സോ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. സോ ഈ കാണുന്ന വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ആ റൂമിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മേലുള്ളതൊരു ഗ്ലോബാണ്, ഒരു ക്യാൻവാസിൽ പുള്ളി തന്നെ പടം വരച്ച് നമ്മളടുത്ത് ഒരു കോൺവെർസേഷൻ നടത്തുന്നത് പോലെയുണ്ട്. അവിടെ കോഫി മഗ് ഇരിപ്പുണ്ട്, ടൈമിന് ക്ലോക്ക് ഇരിപ്പുണ്ട്, ഏതൊക്കെയോ പിക്ചേഴ്സ് ഉണ്ട്, സ്റ്റിക്ക് ബോർഡ്സ് ഉണ്ട്. സോ ആ ഒരു ആദ്യം കാണിക്കുന്ന ഒരു ലോങ് ഷോട്ട് ആണെങ്കിൽ അടുത്തതിൽ പുള്ളിയുടെ ഫേസിൻ്റെ അടുത്തോട്ട് പോകുന്ന ആ ഒരു ക്ലോസപ്പ് ഷോട്ടിലോട്ട് പോകുന്നുണ്ട്. സോ ഇങ്ങനെയാണ് പുള്ളി ഇതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺവെർസേഷണൽ രീതിയിൽ, അപ്പോൾ നമുക്കും ശ്രദ്ധിക്കാൻ തോന്നുന്ന ഒരു രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. Structure and layout. McLeod uses sequential art to explain sequential art, making the book self-referential. സോ എന്താണ് സീക്വൻഷ്യൽ ആർട്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു പേജിൽ കാണുന്നതിൻ്റെ അടുത്ത പേജിലോട്ട് വരുന്ന ആ ഒരു കണ്ടിന്യൂവേഷൻ, അതിനെയാണ് നമ്മൾ ഈ സീക്വൻഷ്യൽ ആർട്ട് എന്ന് പറയുന്നത്. സീക്വൻസ് ആയിട്ട് ഒരു ഇമേജ്, ഒരു പാനലിനകത്തുള്ള ഒരു ഇമേജ് നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ ബാക്കി അടുത്ത ഇമേജിനകത്ത് വരണം. സോ ഇപ്പോൾ ഒരു ഇമേജിൽ ഒരു കുട്ടി ഫുട്ബോൾ ഒരു കുട്ടി കാലുകൊണ്ട് തട്ടുന്നതാണെങ്കിൽ അപ്പുറത്തെ ഇമേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ബോൾ കാലിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടുണ്ടാവണം. സോ അതിൻ്റെ അടുത്ത മൂന്നാമത്തെ ഇമേജിൽ എത്തുമ്പോഴത്തേക്കും ആ ബോൾ കുറച്ചും കൂടി ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവണം, കുട്ടിയുടെ ഫേസിൽ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ വരണം. സോ ഇതിനെയാണ് ഈ സീക്വൻഷ്യൽ ആർട്ട് എന്ന് പറയുന്നത്. ഒരേ ഇമേജിനെ നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ദ പാനലിംഗ് ഈസ് ഡൈനമിക്, ഓഫൻ ബ്രേക്കിംഗ് ട്രഡീഷണൽ ലേഔട്ട്സ് ടു എൻഗേജ് ദ റീഡർ. സോ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, പാനൽ എന്ന് പറയുന്ന ചില സമയത്ത് ആദ്യം കാണിച്ചൊരു പിക്ചറിൽ 4 പാനൽസ് വെച്ചിട്ടായിരുന്നു ഒരു കഥ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പുള്ളിയുടെ വർക്കിനകത്ത് ഒരു പേജ് ഫുൾ ഒരു പാനലാക്കുന്നുണ്ട്. ഓക്കെ, ഒരു പേജ് ഫുൾ ഒരു പാനൽ, അല്ലെങ്കിൽ ഹാഫ് പേജ് ഫുൾ ഒരു പാനൽ, ഈവൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പോലും ആയിരിക്കില്ല ഒരു പാനൽ. അങ്ങനെ പല രീതിയിൽ പുള്ളിക്കാരൻ മാറ്റി കാണിക്കുന്നുണ്ട്. Through seamless integration of text, speech bubbles and visuals, he simplifies complex ideas and enhances understanding. സോ പുള്ളിക്കാരൻ ഇതിനകത്ത് എന്തൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് എഴുതി കാണിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ദെൻ സ്പീച്ച് ബബിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇമേജിനകത്ത് ഹായ് ഐ ആം സ്കോട്ട് മക്ലൗഡ് എന്ന് പറയുമ്പോൾ അതിനെയാണ് സ്പീച്ച് ബബിൾ എന്ന് പറയുന്നത്. ദെൻ വിഷ്വൽസ്, പല ഇമേജസും ചില പേജസിലോട്ട് എത്തുമ്പോഴത്തേക്കും കഥ പറയാൻ ഡയലോഗ് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, ഏതെങ്കിലും ഇമേജാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ നമുക്ക് ഡയലോഗ് ഇല്ലാണ്ട് ഇമേജ് കാണുമ്പോൾ തന്നെ ആ വിഷ്വൽ കണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇൻട്രൊഡക്ഷനിലെയും ചാപ്റ്റർ 1ലെയും കീ തീംസും കണ്ടൻറ്റും എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് തിങ് ഹി ഈസ് ഡൂയിങ് ഈസ് ഡിഫൈനിങ് കോമിക്സ്. എന്താണ് കോമിക്സ് എന്ന് നമുക്ക് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത്. ഹി അറ്റംപ്റ്റ്സ് ടു എസ്റ്റാബ്ലിഷ് വാട്ട് മേക്സ് കോമിക് യുണീക്ക്, ട്രേസിങ് ദെയർ എവല്യൂഷൻ ഓവർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. സോ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഇടയിൽ ഈ കാർട്ടൂണിങ് അല്ലെങ്കിൽ കോമിക് ഡ്രോയിങ്ങിനകത്ത് വന്നിട്ടുള്ള മാറ്റത്തിൻ്റെയും ആ ഒരു എവല്യൂഷനെ പറ്റിയിട്ടുമാണ് ഈ ഇൻട്രൊഡക്ഷൻ്റെ ഉള്ളിൽ പറഞ്ഞുതരാൻ പുള്ളി ശ്രമിക്കുന്നത്. Sequential art and storytelling. He explains how comics use images in sequence to tell stories, showing how paneling controls pacing, movement and time. So, ഈ ഒരു പാനൽ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഡിവിഷൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയാണ് പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പീഡിനെയാണ് നമ്മൾ പേസിങ് എന്ന് പറയുന്നത്. കഥ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു സ്പീഡ്, മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഒരു സാധനം ചലിക്കുന്നതാവട്ടെ, കഥ മുന്നോട്ട് പോകുന്നതാവട്ടെ, ഈവൻ ടൈം, ഏത് ടൈമിലാണ് കഥ നടക്കുന്നത്, ഇതെല്ലാം എങ്ങനെയാണ് ഒരു പാനലിനുള്ളിൽ വരച്ച് വെക്കാൻ പറ്റുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സീക്വൻസിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ ഒരു സൈഡ് ഫുൾ, ഹവർ യു മൈറ്റ് സേ ദാറ്റ് ബിഫോർ ഇറ്റ്സ് പ്രൊജക്റ്റഡ് ഫിലിംസ് ജസ്റ്റ് എ വെരി 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 സ്ലോ കോമിക്. ഓക്കെ, സോ ഇങ്ങനെയാണ് പുള്ളി നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. സീക്വൻഷ്യൽ ആർട്ട് എന്തുവാണ്, ഇമേജസ് കാണിച്ചു തരുന്നുണ്ട്, ഇങ്ങനെയാണ് കഥ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, എന്നിട്ട് ദേ ഇവിടെ കണ്ട കോമിക്സിൻ്റെ ഡെഫിനിഷനും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. Unlike other visual mediums, comic manipulate time through panel placement and transitions, allowing for creative storytelling techniques. സോ എങ്ങനെയാണ് ഇനി കോമിക്സിനകത്ത് കഥ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പാനൽ പ്ലേസ്മെൻറ്റും ട്രാൻസിഷൻസും. ഓക്കെ, ചില സമയത്ത് കാറ്റടിക്കുന്നതിന് നമ്മൾ ഒരു യെസ് മോഡൽ അല്ലെങ്കിൽ വേവ് മോഡൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അവിടെ കാറ്റടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനത്തെ പല ടെക്നീക്സും ഉപയോഗിച്ചിട്ടാണ് ടൈം ആൻഡ് സ്പേസ് കോമിക്കിനകത്ത് കൊണ്ടുവരുന്നത്. Then reader participation. He is talking about reader participation. Readers actively participate by filling the gaps between panels, making comic an interactive experience. പുള്ളി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഇതാണ്, റീഡേഴ്സ് ഒരിക്കലും ഇനാക്റ്റീവായിട്ടല്ല കാർട്ടൂൺസ് വായിക്കുന്നത് അല്ലെങ്കിൽ കോമിക്സ് വായിക്കുന്നത്. അവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ട്. ബിക്കോസ് നമ്മളൊരു കഥ കാണുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ മുന്നേ ഒരു കാര്യം നടക്കുന്നുണ്ട്, നമ്മളൊരു കാടിനുള്ളിലൂടെ ഉള്ളൊരു കഥയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതേ സമയം മറ്റൊരിടത്ത് എന്ന് പറയുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് കാട്ടിലൂടെ കുട്ടികൾ നടക്കുന്നുണ്ട്, ഒരു രാജകൊട്ടാരത്തിൻ്റെ കഥയും കാണിക്കുന്നുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് അവിടെ അത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റീഡറിന് അത് മനസ്സിലാക്കാൻ പറ്റണം. സോ അങ്ങനെയാണ് ഒരു ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ, ഇന്ന് രാവിലെ ഈ പിള്ളേർ കാട്ടിൽ പോയത് മാത്രമല്ല, കൊട്ടാരത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടുണ്ട്. ആ ഒരു ഐഡിയ നമ്മുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇൻട്രാക്റ്റീവായിട്ട് അതിലോട്ട് പോകണം, അത് നമ്മൾ മനസ്സിലാക്കണം. ദെൻ മെക്ലോഡ് അടുത്ത് ആർഗ്യൂ ചെയ്യുന്നൊരു കാര്യമുണ്ട്. മെക്ലോഡ് ആർഗ്യൂസ് ദാറ്റ് കോമിക്സ് ആർ എ മീഡിയം, നോട്ട് എ ജോൺറ, മീനിങ് ദേ ക്യാൻ ടെൽ എനി കൈൻഡ് ഓഫ് സ്റ്റോറി ഇൻ എനി ആർട്ടിസ്റ്റിക് സ്റ്റൈൽ. പുള്ളി ആർഗ്യൂ ചെയ്യുന്നൊരു കാര്യമാണ്, കോമിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജോൺറ അല്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത് കോമിക് എന്ന് പറയുന്ന ഒരു ജോൺറയാണ്, ആനിമേ വേറൊരു ജോൺറയാണ്, കാർട്ടൂൺസ് വേറെയാണ്, അങ്ങനെയാണ് നമ്മൾ പറയുക. പക്ഷെ പുള്ളി പറയുന്നത് അതങ്ങനെ ഒരു ജോൺറ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ കഥ കവിത അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ ഒരു മീഡിയമായിട്ട് വേണം നിങ്ങൾ കാണാൻ. അതായത് കോമിക്കിനെ നിങ്ങളൊരു മീഡിയം, ഇപ്പോൾ നമ്മൾ ഭാഷ ഒരു മീഡിയമാണെന്ന് പറയും, അതുപോലെയാണ് കോമിക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഏത് കൈൻഡ് ഓഫ് സ്റ്റോറി വേണേലും നമുക്ക് പറയാൻ പറ്റും. സോ ഇപ്പോൾ ഒരു ഫാൻറ്റസി സ്റ്റോറി ആവട്ടെ, ഈവൻ ഈ ബുക്ക് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരാൾ നമുക്കൊരു കഥ പറഞ്ഞു തരുന്നത് പോലും പുള്ളി വരച്ചാണ് കാണിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ജോൺറ അല്ല, ഒരു ടൈപ്പ് അല്ല, ബട്ട് എന്താണ്, ഒരു മീഡിയമാണ്. Then he is also talking about artistic freedom. There are no limits on style, tools or philosophy. Comics can be digital, hand-drawn, experimental or traditional. So ഇതിൻ്റെ ഒരു സ്റ്റൈലിനെങ്ങും ഒരു ലിമിറ്റും വെച്ചിട്ടില്ല. ആർട്ടിസ്റ്റിന് കോമിക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കോമിക്ക് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റിന് ഫുൾ ഫ്രീഡം ഉണ്ട്. ഓക്കെ, അതിൻ്റെ സ്റ്റൈലിലാവട്ടെ, ഉപയോഗിക്കുന്ന ടൂൾസിലാവട്ടെ. ഇപ്പോൾ സ്റ്റൈലിൽ തന്നെ പറയാം, ആക്ഷൻ പാക്ഡ് ആണോ, ഒരു ഫണ്ണി സാധനമാണോ, ഡയലോഗ് ഇല്ലാത്തതാണോ, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കോമിക് ഉണ്ടാക്കാം. ദെൻ അബൌട്ട് ടൂൾസ്, നമ്മൾ ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്, പെൻസിൽ മാത്രമാണോ, വാട്ടർ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഏത് ടൂൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഫിലോസഫി ടു, സോ നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുരാണ കഥയാവാം, അല്ലെങ്കിൽ വളരെ ഫിലോസഫിക്കലായിട്ട് ശ്രീബുദ്ധൻ പറയുന്നത് പോലത്തെ എന്തെങ്കിലും ഒരു ഫിലോസഫിക്കൽ ഐഡിയാസ് നമുക്ക് പറയാം. അങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. കോമിക്സ് ക്യാൻ ബി ഡിജിറ്റൽ, ഹാൻഡ് ഡ്രോൺ, എക്സ്പെരിമെൻ്റൽ ഓർ ട്രഡീഷണൽ. ഇപ്പം അടുത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് ട്രഡീഷണൽ ആയിട്ട് വരയ്ക്കുന്നത് പോലെ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലായിട്ട് കമ്പ്യൂട്ടറിൽ ആനിമേറ്റ് ചെയ്തിട്ട് വരയ്ക്കുന്നതാക്കാം. അങ്ങനെ എങ്ങനെയുള്ള ഒരു രീതിയിലും നമുക്ക് കോമിക്സിനെ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. Then he is also talking about evolution of comics. He's saying that it's constantly changing with new generation redefining the art form, ensuring endless creative possibilities. സോ പുള്ളി പറയുന്നത് നമ്മളിപ്പോൾ കോമിക് എന്താണെന്നുള്ളത് നമുക്കൊരു മീഡിയം മാത്രമായിട്ട് പഠിച്ചു വയ്ക്കാനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇതാണ് എന്ന് കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എവർ എവോൾവിങ്. ഓരോ ജനറേഷനും കോമിക്കിനെ ഡിഫൈൻ ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. സോ നമുക്ക് അതിന് കോൺക്രീറ്റ് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത്. സോ ഇനി ഈ വർക്കിൻ്റെ ടോണിനെയും പർപ്പസിനെയും പറ്റി നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഫോർമേറ്റീവ് യെറ്റ് എൻഗേജിങ്. സോ നമുക്ക് ചില സമയത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും അതൊട്ടും എൻഗേജിങ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ ജനറൽ നോളജിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ആൻസർ ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിലൊരു ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലോ ആയിരിക്കില്ല ആ ബുക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു വർക്കിൻ്റെ കാരണം ഈ ഒരു വർക്ക് ഇൻഫർമേഷനും നൽകുന്നുണ്ട്, അതേസമയം എൻഗേജിങ്ങുമാണ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് എ കോൺവെർസേഷൻ ദാൻ എ ടെക്സ്റ്റ് ബുക്ക്.
ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനേക്കാളും ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് ഈ വർക്കിൽ ഫീൽ ചെയ്യുക. എൻകറേജസ് ക്യൂരിയോസിറ്റി ആൻഡ് ഡിബേറ്റ് അലോയിങ് റൂം ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. സോ പുള്ളി ഈ ചിത്രത്തിലൂടെ നമുക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, എനിക്കത് കണക്റ്റ് ആയില്ലല്ലോ എന്നൊരു സാധനം നമ്മുടെ മൈൻഡിൽ വരുന്നതും ഓക്കെയാണ്. പുള്ളി അതിനുള്ള ഒരു റൂം കൂടി അല്ലെങ്കിൽ ഒരു സ്പേസ് കൂടി ഇട്ടിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്, ഈ ബുക്ക് വരച്ചിട്ടുള്ളത്. എയിംസ് ടു എലിവേറ്റ് കോമിക് ആസ് എ ലെജിറ്റിമേറ്റ് ആർട്ട് ഫോം ചാലഞ്ചിങ് ദ സ്റ്റിഗ്മ ഓഫ് ബീയിങ് ലോ കൾച്ചർ. സോ ഇത് ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കോമിക്സ് വായിക്കുന്ന, അയ്യോ കളിക്കുടിക്കുകയും ബാലരമയ്ക്ക് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുവാണോ, കോമിക് അല്ലേ ഇത്, വായിക്കാണ്ട് എന്തെങ്കിലും ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഈ ഒരു കോമിക് എന്ന് പറയുന്ന സാധനം ലോ കൾച്ചറാണ് എന്നൊരു ഐഡിയ നമ്മുടെ നാട്ടിൽ പ്രിവെയിൽ ചെയ്ത് ഇരിപ്പുണ്ട്. ആ ഒരു സ്റ്റിഗ്മേനെ മാറ്റിയിട്ട് ഇതൊരു ലെജിറ്റിമേറ്റ് ആർട്ട് ഫോമാണ്, പടം വരച്ചെടുക്കുക അല്ലെങ്കിൽ പടം വരച്ച് അതിൽ ഡയലോഗ് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു കോമിക്കാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ലെജിറ്റിമേറ്റ് ആർട്ട് ഫോം. നിങ്ങൾ ഈ പറയുന്ന കഥയാവട്ടെ, കവിതയാവട്ടെ, നോവലാവട്ടെ, ഇതുപോലെ തന്നെ ഉള്ള ഒരു ആർട്ട് ഫോമാണ് എന്നാണ് സ്കോട്ട് മക്ലോഡ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പുള്ളി യൂസ് ചെയ്യുന്ന കുറച്ച് വിഷ്വൽ ടെക്നിക്സ് ഉണ്ട്. സിംപ്ലിഫൈഡ് ക്യാരക്ടർ ഡിസൈൻ. സോ ആദ്യമേ പുള്ളിയുടെ ക്യാരക്ടർ കാണിച്ചപ്പോൾ ഒരു മനുഷ്യൻ കണ്ണട വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. സോ അത് പുള്ളിയുടെ ആ ഒരു ഒറിജിനൽ ലുക്കുമായിട്ട് നമുക്ക് ബേസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളതുകൊണ്ട് യൂണിവേഴ്സിൽ ഏതൊരു വ്യക്തിക്കും ഒരു ക്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ ക്ലോക്കാണെന്ന് പറയാൻ മനസ്സിലാവും, ബുക്ക് കണ്ടു കഴിഞ്ഞാൽ ബുക്കാന്ന് പറയാൻ മനസ്സിലാവും. അത്രയ്ക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന ലെവലിൽ സിംപ്ലിഫൈഡ് ആയിട്ടാണ്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ വരച്ചിട്ടുള്ളത്. സിമ്പിൾസ് ആൻഡ് മെറ്റഫേഴ്സ് ഇല്ലുസ്ട്രേറ്റ് അബ്സ്ട്രാക്ട് ഐഡിയാസ്. എക്സാമ്പിൾ, ടൈം ഡെപ്പിക്റ്റഡ് ആസ് എ മൂൺലിറ്റ് ജേർണി. സോ ഇതിനകത്ത് പറഞ്ഞു പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് സമയം നമുക്ക് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണിൻ്റെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ദിവസങ്ങൾ കടന്നു പോകുന്നത് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫുൾ മൂൺ, അത് കഴിഞ്ഞിട്ട് മൂൺ ചെറുതായിട്ട് വാക്സിങ്ങും വാനിങ്ങും കാണിച്ചിട്ട് സമയം മാറുന്നത് നമുക്ക് കാണിക്കാൻ പറ്റും. മൂണേ ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും ഓക്കെ ഒരു മാസത്തോളം ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ഇമേജിൽ സൂര്യനെ കാണിച്ചിട്ട് അടുത്ത ഇമേജിൽ ചന്ദ്രനെ കാണിക്കുമ്പോഴത്തേക്കും രാത്രി ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഐഡിയാസ് വെച്ചിട്ടാണ് ഈ പാനലിംഗ് നടത്തുന്നത് എന്നും പുള്ളി പറയുന്നുണ്ട്. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എൻഹാൻസസ് കോംപ്രിഹെൻഷൻ, റീഇൻഫോഴ്സസ് ഐഡിയാസ് ത്രൂ ഇമേജസ്. ഇനി എന്തുകൊണ്ടാണ് കോമിക് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓർ ഈസിലി ആക്സസിബിൾ ആർട്ട് ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരുമ്പോൾ കോംപ്രിഹെൻഷൻ എളുപ്പമാണ്, നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ ആ ഒരു അണ്ടർസ്റ്റാൻഡബിലിറ്റി കൂടുവാണ്. മാത്രമല്ല ഐഡിയാസ് എല്ലാം റീഇൻഫോഴ്സ് ചെയ്തേക്കുവാണ്. ഒരിക്കൽ കണ്ട സാധനം വീണ്ടും കണ്ടുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓക്കെ ഇത് ഇന്ന ക്യാരക്ടറാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു ജിസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഐഡിയ ആണ്. ഇനി നമുക്ക് പുള്ളിക്കാരൻ എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹി ചാലഞ്ചസ് മിസ്കൺസെപ്ഷൻസ് അബൌട്ട് കോമിക്സ്, പ്രൂവിങ് ദർ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ആർട്ടിസ്റ്റിക് ഡെപ്ത്. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സീക്വൻഷ്യലായിട്ട് പറയുവാണ്, ഓരോന്നും എവിടെയാണ് വരുന്നതെന്നുള്ളത്. ദെൻ ഹി ഡസ് ഓക്കെ, അതിനകത്ത് ഈ കോമിക് എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട പരിപാടിയാണ്, അല്ലെങ്കിൽ കോമിക് വായിക്കുന്നത് മോശമാണെന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതിനെയൊക്കെ പൊളിക്കാൻ പുള്ളി ശ്രമിക്കുവാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസ്, എങ്ങനെയാണ് ആൾക്കാർക്ക് ഇത് മനസ്സിലാകുന്നത്, യൂണിവേഴ്സിൽ ഇത് റിലേറ്റബിൾ ആവുന്നത്, ഈ കാര്യങ്ങളെല്ലാമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്നത്. ദെൻ ദി റോൾ ഓഫ് സീക്വൻഷ്യൽ ആർട്ട് ഇൻട്രൊഡ്യൂസസ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ലൈക്ക് പാനസ്, ഗട്ടേഴ്സ്, സീക്വൻസിങ്. സോ പാനൽ എന്താണ്, ഗട്ടർ എന്താണ്? ഗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജിൽ നിന്നും അടുത്ത പേജിലോട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലല്ലാണ്ട് ഒരു സ്ട്രക്ചറൊക്കെ വരച്ചിട്ട് അടുത്ത കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ടും സീക്വൻസിങ്ങിനെ പറ്റിയിട്ടും ഒക്കെയാണ് പറയുന്നത്. ദെൻ എക്സ്പ്ലെയിൻസ് ഹൗ കോമിക് റെപ്രസെൻറ്റ്സ് ദി പാസേജ് ഓഫ് ടൈം ആൻഡ് എൻകറേജ് റീഡർ പാർട്ടിസിപ്പേഷൻ. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് എന്തിനാണ് ഇപ്പം എടുത്തു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പേജസിലും എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. ദെൻ 21 മുതൽ 23 വരെയുള്ള പേജിനകത്താണ് ക്രിയേറ്റീവ് ഫ്രീഡം എന്നതിനെ പറ്റി സംസാരിക്കുന്നത്. കോമിക്സ് ആർ നോട്ട് റെസ്ട്രിക്റ്റഡ് ബൈ ജോൺറ, സ്റ്റൈൽ ഓർ ടൂൾസ്. എനി ആർട്ടിസ്റ്റിക് ഫിലോസഫി ഓർ സ്റ്റോറി ടെല്ലിംഗ് മെത്തഡ് ക്യാൻ ബി അപ്ലൈഡ്. ഇതും പറഞ്ഞ കാര്യമാണ്. ഇതൊരു മീഡിയമാണ്, ജാൻഡ്ര അല്ല. നമുക്ക് ഏത് രീതിയിൽ വേണേലും ഇത് കഥ പറയാം എന്ന് പറയുന്നുണ്ട്. ദെൻ അവസാനമായിട്ടാണ് ഈ ഒരു എവർ ചേഞ്ചിങ് നേച്ചർ ഓഫ് കോമിക്സിനെ പറ്റിയിട്ട് പറയുന്നത്. കോമിക്സ് ആർ ഓൾവേസ് ഇവോൾവിങ് വിത്ത് ന്യൂ ആർട്ടിസ്റ്റ് റീഷേപ്പിംഗ് ദ മീഡിയ. സോ ആരാണ് ഈ മീഡിയത്തിനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ആർട്ടിസ്റ്റാണ്.
ഇതിന് മുന്നേ പടം വരച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ചിലപ്പോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ അത് ഡിജിറ്റൽ എറ ആയതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ കോമിക്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. സോ ദർ ഇസ് അവസാനം പുള്ളി പറഞ്ഞു വെക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ തീരുമ്പോൾ പറയുന്നത് ദർ ഇസ് നോ സിംഗിൾ ഡെഫിനിഷൻ ഓഫ് കോമിക്സ് ആസ് ഇന്നോവേഷൻ കീപ്സ് എക്സ്പാൻഡിങ് ദെയർ ബൗണ്ടറീസ്. ഓരോ ദിവസവും പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുന്നതുകൊണ്ട് ഇനി മുതൽ എന്താണ് മേ ബി ഒരു 3D പ്രൊജക്റ്റഡ് ആയിട്ടുള്ള കോമിക്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനി കൺക്ലൂഷനിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. കോമിക്സ് ആർ ആൻ ഇവോൾവിങ് ആർട്ട് ഫോം, നോട്ട് ജസ്റ്റ് സൂപ്പർ ഹീറോ സ്റ്റോറീസ് ഓർ കാർട്ടൂൺസ്. കാരണം നമ്മൾ പുച്ഛിക്കുന്നതാണ് ഒരു കാർട്ടൂൺ അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല. ഇറ്റ്സ് ആൻ ഇവോൾവിങ് ആർട്ട് ഫോം. They function as a visual language using sequential images to create meaning. So they function as a visual language. നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന ടെക്സ്ച്വൽ ലാംഗ്വേജിന് പുറമെ ഇതൊരു വിഷ്വൽ ലാംഗ്വേജ് ആണ്. ഇതെന്ത് യൂസ് ചെയ്ത് കഥ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീക്വൻസിങ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഇമേജസ് വെച്ചിട്ടാണ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. റീഡർ എൻഗേജ്മെൻറ്റ് ഈസ് ക്രൂഷ്യൽ ആസ് ദ ബ്രെയിൻ ഫിൽസ് ഇൻ ദി മിസ്സിംഗ് ഡീറ്റെയിൽസ് ബിറ്റ്വീൻ പാനൽസ്. സോ റീഡർ എൻഗേജ്മെൻ്റ് ആണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം. നമ്മൾ വെറുതെ നോക്കിയിരുന്നിട്ടൊരു കാര്യവുമില്ല. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻഷൻ സംഭവിക്കുന്നുള്ളൂ. ഇതിനകത്ത് തന്നെ പുള്ളി ഒരു ഇമേജ് കാണിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നമുക്കൊരു വ്യക്തിയുടെ തലയും കൈയും കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഓക്കെ ഇയാൾക്ക് താഴ്ഭാഗം ഉണ്ട്, കൈയും തലയും അല്ലാണ്ട് കാലും ബാക്കി ഭാഗങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഓർക്കുവാണെങ്കിൽ ടോം ആൻഡ് ജെറിയിൽ ടോമിൻ്റെ ഒരു മാസ്റ്ററായിട്ട് വരുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഒരിക്കലും പുള്ളിക്കാരുടെ തല കാണിക്കത്തില്ല, പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്തു അവിടെ ഒരു തലയുണ്ട് എന്നുള്ളത്. സോ ഇങ്ങനെയാണ് കാണുന്നവർ പാനൽസിൻ്റെ ഇടയിൽ വരുന്ന മിസ്സിംഗ് ഡീറ്റെയിൽസ് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഫിൽ ഇൻ ചെയ്യുന്നത്. നോ ആർട്ടിസ്റ്റിക് സ്റ്റൈൽ, ടൂൾസ് ഓർ genre is off limits. Comics often offer unlimited creative potential. So നമുക്ക് ഈ സ്റ്റൈൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ടൂൾ ഉപയോഗിച്ച് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു മീഡിയമാണ് കോമിക്. അവസാനം പുള്ളി പറഞ്ഞു വയ്ക്കുന്ന കാര്യം, ദ മീഡിയം വിൽ കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ഇവോൾവ് വിത്ത് ന്യൂ വോയിസസ് ഷേപ്പിംഗ് ഇറ്റ്സ് ഫ്യൂച്ചർ. സോ ഈ പറഞ്ഞ ഒരു 5 പോയിന്റ്സ്, ഈ കൺക്ലൂഷനിൽ പറയുന്ന ഒരു 5 പോയിന്റ് അതൊന്ന് എഴുതിയെടുത്ത് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഇൻട്രൊഡക്ഷനിലും ചാപ്റ്റർ 1-ലുമായിട്ട് പുള്ളി പറയുന്നത്. Then understanding comics is one of the most influential books in comic theory, blending academic depth with clear, engaging storytelling. It remains essential reading for anyone interested in the art and science of visual storytelling. So കോമിക്സിനെ പറ്റിയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ കോമിക് ഉണ്ടാക്കാനോ ഒക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.